നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കുടുംബശ്രീ 15ാമത് ജില്ലാതല വാർഷികം തൊടുപുഴയിൽ നടന്നു. സമ്മേളനം PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഗരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്ന് ആരോപിച്ച് DYFI പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ 12ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് ജീവനക്കാർ പങ്കെടുത്തു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. വണ്ണപ്പുറം ശുദ്ധജല വിതരണ പദ്ധതി നിർമ്മാണോദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ CPI നേതൃത്വത്തിൽ കരിമണ്ണൂർ വൈദ്യുതി സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് CPI താലൂക്ക് സെക്രട്ടറി PP ജോയി ഉദ്ഘാടനം ചെയ്തു. അഞ്ചരി കാവാലത്ത് തോമസ് മേരി ദമ്പതികളുടെ 50ാം വിവാഹ വാർഷികം ആഘോഷിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ 15ാമത് ജില്ലാതല വാർഷികം തൊടുപുഴയിൽ നടത്തി. പൊതുസമ്മേളന മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആളുകളെ സംഘടിപ്പിച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് നീങ്ങുകയാണ്. അതുപോലെ തൊഴിൽ അന്വേഷിക്കുക. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീകൾ കാര്യമായ ഒരു പ്രവൃത്തി ഇല്ലാതിരിക്കുന്ന അവസരത്തിലാണ് 98-ൽ ഈ കുടുംബശ്രീ ആരംഭിച്ചത്. അതിനുശേഷം ഓരോ പഞ്ചായത്തിലും 1000, 2000, 3000 സ്ത്രീകളെ സംഘടിപ്പിക്കുവാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിരിക്കുന്നു. വളരെ വിജയകരമായി മുന്നേറുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ നമ്മുടെ മാതൃക സ്വീകരിച്ച് അവിടെ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുടുംബശ്രീയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാ ഭാവുകങ്ങളും നേരുന്ന ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ അവസരത്തിൽ ഇനിയും കൂടുതൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പരിപാടികൾ ആവിഷ്കരിക്കണം. കാർഷിക രംഗത്തെ പ്രവർത്തനം മാത്രം പോരാ, മറ്റ് മേഖലകളിലേക്കും ശ്രദ്ധ തിരിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വഴി എല്ലാ വനിതകൾക്കും. കുടുംബശ്രീയുടെ 15ാമത് ജില്ലാതല വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ പ്രവർത്തകരുടെ കായിക മത്സരങ്ങൾ നടന്നു. മുതലക്കുളം MVIP സ്ഥലത്ത് നിർമ്മിച്ച വോളിബോൾ കോർട്ട് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ഇത് 3ാമത്തെ തവണയാണ് വോളിബോൾ കോർട്ട് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിനെതിരെ നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. വർഷങ്ങളായി കനാലിൻ്റെ ഇവിടുത്തെ കുട്ടികളെല്ലാവരും 10-30 പേരോട് കൂടി ഇവിടെ കളിക്കുന്നതാണ്. ഇവിടെ 1200 കൊടുത്ത് കഴിഞ്ഞ ആഴ്ച മേടിച്ച ബോൾ നെറ്റും എല്ലാം ഇന്നലെ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇവിടുത്തെ ഈ പിള്ളേരുടെ കൂടി തുടങ്ങിയ ഒരു ഗ്രൗണ്ടാണിത്. MVP വക സ്ഥലമാണ്. ഇവിടെ ഒരു 10-40 പിള്ളേർ സ്ഥിരമായി എല്ലാ ദിവസവും വൈകുന്നേരം കളിക്കുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നുണ്ട്. ഇപ്പോൾ രാത്രി ഇതിനു മുമ്പ് ഒരു 4 മാസം മുമ്പ് സാമൂഹ്യ വിരുദ്ധരൊരു വിളയാട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ നെറ്റും വലയെല്ലാം കളയുകയും ചെയ്തു. ഇവരെ തന്നെ പിരിവെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാകുന്ന വലയ നെറ്റുമാണിത്.
നഗരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. വൈകിട്ട് 6ഓടെയാണ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സ്റ്റേഷന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നേതാക്കൾ ഇടപെട്ടതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എം ലതീഷ് ഉദ്ഘാടനം ചെയ്തു. നഗരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത് നഗരസഭയുടെ മേൽനോട്ടത്തിലാണെന്നും ഇതു സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയല്ലെന്നും നഗരസഭാ ചെയർമാൻ ടി.ജെ. ജോസഫ് അറിയിച്ചു. നഗരത്തിലെ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ക്യാമറകൾ ഘടിപ്പിക്കുന്നതെന്നും ഗ്ലോബൽ ഇ സൊല്യൂഷൻ എന്ന സ്ഥാപനത്തെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പരസ്യം വയ്ക്കുന്നതിൽ പ്രായോജകരെ കണ്ടെത്തി അവരിൽ നിന്ന് സ്വരൂപിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നതെന്നും ചെയർമാൻ വ്യക്തമാക്കി. ക്യാമറ വയ്ക്കുന്നതിനുള്ള ചെലവ് തൊടുപുഴയിലെ മറ്റാളുകളിൽ നിന്ന് സ്പോൺസറിങ് സ്വീകരിച്ച് നടത്തണം എന്നുള്ളതാണ്. അതായത് പരസ്യം പിടിക്കുമ്പോൾ 22 ക്യാമറ വയ്ക്കുന്ന പോസ്റ്റുകളിൽ മാത്രമേ പരസ്യം വയ്ക്കാവുള്ളൂ. നിർബന്ധമായിട്ട് ആരോടും സ്പോൺസറിങ് നടത്താൻ പാടില്ല എന്ന നിർദ്ദേശവും കൂടി നമ്മൾ കൊടുത്തിരുന്നു. സമ്മതമുള്ള ആളുകളിൽ നിന്ന് പൈസ സ്പോൺസറിങ് സ്വീകരിച്ച് നടത്തണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള അഖില കേരള വിൽക്കുറുപ്പ് മഹാസഭ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പി.ടി. തോമസ് എം.പി. ഉദ്ഘാടനം ചെയ്തു. സമുദായത്തെ OEC ലിസ്റ്റിൽ പെടുത്തണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ ദേവസ്വം ബോർഡുകളിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം, ഗുരുവായൂർ ദേവസ്വം, അതുപോലെ തന്നെ ഇപ്പം മലബാർ ദേവസ്വം വന്നിട്ടുണ്ട്, കൊച്ചി ദേവസ്വമുണ്ട്. ഈ ഏകദേശം ഈ 5 ദേവസ്വങ്ങളിൽ ഏതെങ്കിലും ദേവസ്വങ്ങളിൽ ഈ സമുദായത്തിന് അംഗീകാരം കിട്ടണം. ഇങ്ങനെയുള്ള വളരെ മിനിമമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന സ്വയം സഹായ സംഘങ്ങൾക്കുള്ള പണം വർദ്ധിച്ച പലിശയൊക്കെ വാങ്ങി ചില വലിയ വമ്പൻ സംഘടനകൾ അതിൻ്റെ പണം ഉപയോഗപ്പെടുത്തുന്നുവെന്നും പരാമർശിക്കുകയുണ്ടായി. അതിലെനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു സ്വയം സഹായ സംഘം ഉണ്ടായാൽ ഇതേ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടാൻ എല്ലാ യോഗ്യതകളും. നിങ്ങൾക്കും ഇതേ പലിശയ്ക്ക് ബാങ്കുകൾ ലോൺ തരാൻ തയ്യാറാണ്. കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ കോടാനുകോടി രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ 12ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടക്കുന്നതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിന്നെത്തിയ സമ്മേളന പ്രതിനിധികളുടെ പ്രകടനം നടന്നു. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സമ്മേളന നഗറിൽ സമാപിച്ചു. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ 12ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. പൊതുസമ്മേളനം മന്ത്രി പി.ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏത് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ചുമതലയും വില്ലേജ് ഓഫീസർ റിപ്പോർട്ടില്ലാതെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനകത്താണ് കഴിയുന്നത്. അതുകൊണ്ട് സംസ്ഥാന ഭരണത്തിൻ്റെ മുഖ്യമായ കണ്ണിയായി റവന്യൂ വകുപ്പ് മാറിയിരിക്കുന്നു.
വില്ലേജ് ഓഫീസുകൾ മാറിയിരിക്കുന്നു. അത് ഇവിടെ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു വകുപ്പ് വിചാരിക്കുമ്പോൾ ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇന്നെനിക്കൊരു നല്ല അവസരമുണ്ടായി. ഇവിടെ അന്ന് ഏതാനും താലൂക്കുകൾ രൂപീകരിച്ചു. സംസ്ഥാന വ്യാപകമായി താലൂക്കുകൾ രൂപീകരിക്കാൻ കഴിഞ്ഞു. അധികം വില്ലേജുകൾ രൂപീകരിച്ച് പുതിയ വില്ലേജുകൾ പുതിയ ജില്ലകളുണ്ടായി. അന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി 700-ൽ പരം ആലക്കോട് ചവർണ FC ജ്വാല ക്ലബിന്റെ നേതൃത്വത്തിൽ മൂന്നാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. ഗോൾ 2013 എന്ന പേരിൽ ആലക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. മുൻ സന്തോഷ് ട്രോഫി താരവും ഇടുക്കി ജില്ലാ സ്പോർട്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി PS സലീംകുട്ടി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ശരിക്കും കളിച്ച് വളരേണ്ട സമയങ്ങളിൽ ഇത്രയും താല്പര്യം കാണിച്ചായിരുന്നെങ്കിൽ അവർക്കെല്ലാം സ്പോർട്സിൽ നല്ല ഉന്നതിയിലെത്താൻ പറ്റുമായിരുന്നു. എന്നാൽ എല്ലാം കഴിയുന്ന സമയങ്ങളിലാണ് കളിക്കാനുള്ള താല്പര്യവും സമയവും എല്ലാം കണ്ടെത്തുന്നത്. ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ എല്ലാവരും കളിയായിട്ടാണ് കണ്ടത്. ഞാനത് കാര്യമായിട്ടാണ് കണ്ടേക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ജാതി മത പാർട്ടി പ്രാദേശിക ചിന്തകളെല്ലാം ഉണ്ട്. നമ്മുടെ ആരാധനാലയങ്ങളിലെല്ലാം അതാത് മതവിശ്വാസികളും പാർട്ടി ഓഫീസുകളിൽ അതാത് പാർട്ടി ചിന്തകളുള്ളവരുമാണ് കൂടുന്നത്. എന്നാൽ ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ഒരേപോലെ ചിന്തിപ്പിക്കുന്ന വലിയൊരു പ്രവർത്തനമാണ് സ്പോർട്സ് വഴി നടക്കുന്നത്. അപ്പോൾ നാട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഷോക്ക് അബ്സറാണ് ശരിക്കും ഇത്തരം. NGO യൂണിയൻ സംസ്ഥാന സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KP മേരി, TR സോമൻ, MN ശിവനുണ്ണി, ജില്ലാ പ്രസിഡന്റ് C വിനോബ എന്നിവർ പ്രസംഗിച്ചു. E പ്രേംകുമാറാണ് ജാഥ ക്യാപ്റ്റൻ. KM എബ്രഹാം, സീമ S നായർ എന്നിവരും പങ്കെടുത്തു. കേരള NGO യൂണിയൻ KSTI ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സർവീസസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി K രാജേന്ദ്ര പ്രസാദ്, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ജാതിമത ഭേദമന്യേ ഒറ്റക്കെട്ടായ പോരാട്ടത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അത്തരം പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന ഉറപ്പ് ഈ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ നൽകുകയാണ്. കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ച് ഐതിഹാസികമായ ഒരു പോരാട്ടം നടന്നതിന് ശേഷമാണ് NGO യൂണിയന്റെ സമ്മേളനത്തിലേക്ക് പോകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാന ജീവനക്കാരുടെ പെൻഷൻ സംബന്ധിച്ചാണ്. 2013 ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ട് തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്ത ജീവനക്കാർക്ക് ആർക്കും പെൻഷൻ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉമ്മൻചാണ്ടി പറയുന്നത് ഈ സമ്പ്രദായം നടപ്പിലാക്കാതെ നിവർത്തിയില്ല, കാരണം ഖജനാവിന് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒട്ടേറെ നുണപ്രചരണങ്ങൾ അദ്ദേഹം നടത്തുകയും ഞങ്ങൾ കഴിഞ്ഞ പണിമുടക്ക് കാലത്ത് ജനങ്ങളുടെ അടക്ക സഹായത്തോടുകൂടി ഇത് പ്രചരണം പൊളിച്ചു കൊടുത്തിരുന്നു. മുതലക്കോടത്ത് MVIP റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന അറിയിപ്പുകൾ പല ലോറി ഡ്രൈവർമാർക്കും ബാധകമല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ടാർ ചെയ്ത റോഡിൽ ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ കയറുന്നത് റോഡിന് കേടുപാട് സംഭവിക്കുവാൻ കാരണമാകുമെന്നതിനാലാണ് ഇത്തരം വാഹനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ പലരും ഇത് കണ്ടതായി പോലും ഭാവിക്കാറില്ല. അതുകൊണ്ട് തന്നെ ടാർ ചെയ്ത് അധികം കഴിയും മുമ്പ് തന്നെ റോഡിന്റെ വശങ്ങൾ ഇടിയാൻ തുടങ്ങിയിരിക്കുകയാണ്. മഴ പെയ്താൽ റോഡ് ഒലിച്ചു പോകുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ. ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. MVIPയുടെ നേതൃത്വത്തിൽ 2 മാസങ്ങൾക്ക് മുമ്പ് പണിത റോഡാണ് ഇത്. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നും വളരെ ശോചനീയാവസ്ഥയാണ്. വളരെ നാളുകളായി ഇവിടെ കുണ്ടും കുഴിയായിട്ട് കിടന്ന റോഡ് ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഈ അടുത്ത കാലത്താണ് ഇത് ശരിയാക്കിയത്. പക്ഷേ പണി തീർന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ ഈ റോഡ് ടിപ്പറുകൾ വലിയ വാഹനങ്ങൾ പോയി ഇടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ മഴക്കാലമാണ് വരാൻ പോകുന്നത്. ഈ ഒരു കാലത്ത് ഇതിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹമായിരിക്കുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനാണ്. പക്ഷേ അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ.
കുടുംബശ്രീ 15ാമത് ജില്ലാതല വാർഷികം തൊടുപുഴയിൽ നടന്നു. സമ്മേളനം PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഗരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്ന് ആരോപിച്ച് DYFI പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ 12ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് ജീവനക്കാർ പങ്കെടുത്തു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. വണ്ണപ്പുറം ശുദ്ധജല വിതരണ പദ്ധതി നിർമ്മാണോദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ CPI നേതൃത്വത്തിൽ കരിമണ്ണൂർ വൈദ്യുതി സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് CPI താലൂക്ക് സെക്രട്ടറി PP ജോയി ഉദ്ഘാടനം ചെയ്തു. അഞ്ചരി കാവാലത്ത് തോമസ് മേരി ദമ്പതികളുടെ 50ാം വിവാഹ വാർഷികം ആഘോഷിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.